വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു വ്ളോഗാണ് എടുക്കുന്നത്. നമ്മളിപ്പം സ്റ്റുഡിയോയിൽ പോവാണ് ഡ്രസ്സ് എടുക്കാനായിട്ട്. എൻ്റെ മോടെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് സ്റ്റുഡിയോയിൽ പോവാം. അപ്പോൾ അതിൻ്റെ അവിടെ പോകുന്നത് ഡ്രസ്സ് എടുക്കുന്നതൊക്കെയായിട്ടൊരു വ്ളോഗാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് പോകുന്ന വഴി കാണാം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളൊരു 4:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പൊതുവേ ഇവിടെ ഉച്ച കഴിഞ്ഞിട്ട് ഭയങ്കര ഇടിയും മഴയൊക്കെ ആണെങ്കിലും ഇന്ന് മഴയൊന്നുമില്ലായിരുന്നു. ഒരു തെളിഞ്ഞ നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നേ. നമ്മൾ പോകുന്ന വഴിയിലാണെങ്കിലും വലിയ തിരക്കൊന്നുമില്ലായിരുന്നേ. എനിക്ക് തോന്നുന്നു ഏകദേശം ഇവിടുന്ന് ഒരു 1/4-3 മണിക്കൂറുണ്ടെന്ന് തോന്നുന്നു അടൂരെയൊക്കെ. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ അടൂർ എത്താറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിലെത്തി. എന്നിട്ട് കാറൊക്കെ പാർക്ക് ചെയ്ത് നേരത്തെ സ്റ്റുഡിയോയിലോട്ട് കയറുന്നുണ്ട്. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു നമ്മൾ പോയപ്പോൾ. ഇഷ്ടം പോലെ കളക്ഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. നമ്മൾ ശനിയാഴ്ചയാണ് പോയത്. അവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വെള്ളിയാഴ്ചയാണ് അവിടെ ഡ്രസ്സൊക്കെ വരുന്നതെന്നുള്ളത്. അപ്പോൾ മോളോട് ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ള ഡ്രസ്സ് നോക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ അവിടെയൊക്കെ ഒന്ന് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ മോള് ഡ്രസ്സൊക്കെ നോക്കാനായിട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളോട്. അതിനനുസരിച്ച് മാത്രമേ ഡ്രസ്സ് എടുക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ എടുത്താൽ ഞാൻ പൈസ തരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എനിക്കിങ്ങനെ ഡ്രസ്സിനൊക്കെ ഇങ്ങനെ വെറുതെ ഒരുപാട് പൈസ കളഞ്ഞെടുക്കുന്നതിനോട് അതിപ്പോൾ എനിക്കാണെങ്കിലും മോക്കാണെങ്കിലും വലിയ താല്പര്യമൊന്നുമില്ല. കാരണം നമ്മൾ 2-3 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പഴയതാണെന്നുള്ള രീതിയാണ്. അതുമല്ല മോക്കൊക്കെ സ്കൂളിലാണെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാനേ പറ്റില്ല. പിന്നെ വെറുതെ ഇരുന്ന് ചെറുതാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി വലിപ്പമുള്ളതും കൂടെ നോക്കി എടുക്കാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോള് ഡ്രസ്സൊക്കെ നോക്കാൻ പോയ സമയത്ത് ഞാൻ ഇങ്ങനെ അവിടെ എല്ലാം ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. നല്ല കമ്മലുകളും ലിപ്സ്റ്റിക്കും ചെരുപ്പും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ. ഞാനെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ എനിക്കായിട്ടൊന്നും വാങ്ങിച്ചില്ല. എന്തോ എനിക്ക് അവിടുത്തെ ഒന്നും അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ കുർത്തിയൊക്കെ കൊള്ളാൻ തോന്നും. ഞാനെല്ലാം നോക്കിയെങ്കിലും ഞാനൊന്നും വാങ്ങിയൊന്നുമില്ല എനിക്കായിട്ട്. പിന്നെ മോളിടയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് കാണിക്കുന്നുണ്ടായിരുന്നു, ഇത് കൊള്ളാമോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ട നമ്മൾ 1-2 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇടയ്ക്ക് ഇടാൻ പോകുന്നതൊക്കെ ഉണ്ടായിരുന്നു, നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ നമ്മളിത് മേളിൽ വന്നു. മേളിൽ വന്നപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഡ്രസ്സുകൾ. നല്ല കുർത്തീസൊക്കെ ഉണ്ട്. പക്ഷേ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാനെല്ലാം നോക്കിയിട്ട് അവിടെ തിരിച്ചു വെച്ചു കേട്ടോ. ഒന്നും എടുത്തില്ല. പിന്നെ മോൾക്ക് ജീൻസൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ജീൻസൊക്കെ നോക്കാനും വന്നിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ജീൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ കളറിലുള്ളതും പല കളറ്, നീല, വെള്ള, കറുപ്പ് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. പൊതുവേ നമ്മുടെ ഇവിടെ കോന്നിലൊന്നും അങ്ങനെ കിട്ടാറില്ല. നേരത്തേക്കാണെങ്കിൽ ബർത്ത്ഡേക്ക് വരുമ്പോൾ ഞാൻ ഗൗണൊക്കെ ആയിരുന്നു മോൾക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്തോ ഗൗണൊന്നും ഇടാൻ വലിയ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. എനിക്കതൊന്നും വേണ്ട, നമുക്കിതുപോലെ ഷർട്ടോ അല്ലെങ്കിൽ ബനിയനോ അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സൊക്കെ ഇടാനാണ് ഇപ്പോൾ ഇഷ്ടം. അപ്പോൾ നേരത്തെ ഒരു തവണ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കാനായിട്ട്. അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ ഇനി നമുക്ക് അവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. അങ്ങനെ 399, 499, 699 ഇങ്ങനെ പല റേറ്റിലുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ എല്ലാം ഇഷ്ടപ്പെടും. പിള്ളേർക്കൊക്കെ നല്ല കളക്ഷനും എല്ലാം ഉണ്ട് കേട്ടോ. അതിൻ്റെ ഞാനവിടെ വന്നിട്ട് ഒരെണ്ണം എടുത്ത് വെച്ച് നോക്കട്ടെ. ഒരു ബനിയൻ എന്താണെന്നൊന്നും അറിയില്ല അത്. പക്ഷേ ഞാൻ തിരിച്ച് വെച്ച് കേട്ടോ നോക്കിയിട്ട്. പിന്നെ കുർത്തിയൊക്കെ ആണെങ്കിലും 399 ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ എന്തോ എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് മോക്ക് ഡ്രസ്സൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. എടുത്തിട്ട് ഇതേ ബില്ലൊക്കെ അടയ്ക്കാനായിട്ട് ഞാൻ പോയി. അപ്പോഴത്തേനും മോക്ക് അവിടെ തലയിൽ കുത്തുന്നൊരു സ്ലൈഡ് കണ്ടപ്പോൾ അത് ഇഷ്ടപ്പെട്ട് അതുകൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് സന്ധ്യയായി കേട്ടോ, രാത്രിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബജിയും ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നു കേട്ടോ. ബജിയുടെ മുളകിന് നല്ല എരിവ് വേണ്ട. ചായ കുടിച്ചപ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നമ്മളവിടുന്ന് വാങ്ങിയത് ഇതൊക്കെയായിരുന്നു കേട്ടോ. 2 ക്ലിപ്പ്, പിന്നെ ജീൻസിലിരുന്ന 2 ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഫ്രോക്കും, പിന്നെ ഒരു ബ്ലാക്ക് ടോപ്പും ഉണ്ടായിരുന്നു, പിന്നെ ഒരു ജീൻസും. അപ്പോൾ ഇത്രയായിരുന്നു നമ്മളവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പം ടാറ്റാ.